വിഴിഞ്ഞം കരാറിൽ അഴിമതി കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതി ആരോപണം ഉയർന്നതുകൊണ്ട് പദ്ധതി ഉപേക്ഷിക്കുമെന്ന് കരുതേണ്ട. നാടിന്റെ സ്വപ്ന പദ്ധതി സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും അഴിമതിയുടെ പഴുതുകളടച്ച് പദ്ധതി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഴിമതി ആരോപണവും വിവാദവും ഉയർന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇതുപോലൊരു പദ്ധതി ഉപേക്ഷിച്ച് കളയും എന്നാരും കരുതേണ്ടതില്ല. അഴിമതിക്കെതിരായ അന്വേഷണവും നടപടികളും ഒരു വഴിക്ക് നടക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണത്തിനായുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ മറുവഴിക്കും നടക്കും. വിശദാംശങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ജീവൻ, ഒരുപക്ഷെ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ബെർത്ത് പൈലിംഗിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. വിഴിഞ്ഞം കരാറിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും, അതിന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി ഒപ്പം തന്നെ നാടിന്റെ സ്വപ്ന പദ്ധതി അതിന്റെ എല്ലാ രീതിയിലും ശക്തമായ രീതിയിൽ നടപ്പാക്കുമെന്നും പറഞ്ഞു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? മനു, ഒരുപക്ഷെ ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ പ്രസക്തിയേക്കാൾ ഏറെ മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരുന്നു നമ്മൾ ഏവരും വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നത്. പ്രത്യേകിച്ച് ജുഡീഷ്യൽ അന്വേഷണം സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലുള്ള വിശദീകരണമായിരുന്നു എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ബെർത്ത് പൈലിംഗിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായി വളരെ സ്പഷ്ടമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അഴിമതി ആരോപണവും വിവാദവും ഉണ്ടാവും എന്ന് കരുതി ഈ വിഴിഞ്ഞം പദ്ധതി ഇല്ലാതായി എന്ന് ആരും കരുതേണ്ടതില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അന്വേഷണം ഒരു വഴിക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ അന്വേഷിക്കും. വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തി തന്നെ മുന്നോട്ട് പോകും. എന്നാൽ ആ അന്വേഷണവും നടക്കുന്നതിനോടൊപ്പം തന്നെ നിർമ്മാണവും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകും. അഴിമതിയുടെ പഴുതുകൾ അടച്ചുകൊണ്ടാവും വിഴിഞ്ഞം കരാർ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുക എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. പക്ഷേ വളരെ കൃത്യമായ വാക്കുകളിലൂടെ വിഴിഞ്ഞം പദ്ധതിയുടെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്നുള്ള കൃത്യമായ വാക്കുകളാണോ മുഖ്യമന്ത്രി ഇന്ന് അവിടെ വ്യക്തമാക്കിയത്? മനു, തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ വാക്കുകളാണ്. പദ്ധതി അഴിമതി ആരോപണമുണ്ട് എന്ന് കരുതി ഈ പദ്ധതി ഉപേക്ഷിക്കും എന്നാരും കരുതേണ്ട എന്ന് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അത്തരം ചില ആവശ്യങ്ങൾ കൂടി ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം പിന്നാലെ എത്തിയിരിക്കുന്നത് എന്നതും ഒരുപക്ഷെ കാര്യങ്ങൾ കുറെ കൂടെ സുശക്തമാവുകയാണ്. ശരി, ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാറിന്റെ കാര്യത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കരാറിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തണമെന്നും അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതി നിർത്തിവെക്കണമെന്നും കാണിച്ച് VS അച്യുതാനന്ദൻ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ കരാറിൽ പ്രകടമായ അഴിമതിയുണ്ടെന്ന് ആദ്യം മുതൽ ജനങ്ങളോട് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും LDF ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെയെങ്കിലും ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് VS കത്തിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം CAG റിപ്പോർട്ടിനെതിരെ പരാതിയുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അക്കൗണ്ടന്റ് ജനറലിനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുക. CAG റിപ്പോർട്ട് വസ്തുതാപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകുക. റിപ്പോർട്ടിൽ ബാഹ്യസ്വാധീനമുണ്ടോ എന്ന സംശയം പരാതിയിൽ പ്രകടിപ്പിക്കുമെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. UDF സർക്കാരിന്റെ വിശദീകരണം CAG പരിഗണിച്ചിട്ടില്ല. തുറമുഖ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും AG ചർച്ചയ്ക്ക് അവസരം നൽകിയില്ലെന്നും ഓഡിറ്റിനൊപ്പം ഉണ്ടായിരുന്ന കൺസൾട്ടന്റിനെ കുറിച്ചുള്ള പരാതി ഉന്നയിക്കാനുമാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് മറുപടിയുമായി തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളവർക്ക് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ പറയാം. അന്വേഷണ കാര്യത്തിൽ സർക്കാരിന് മുൻവിധിയില്ല. അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ നിലപാട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കും. പദ്ധതി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഒരു ക്രമീകരണം. ആ സന്ദർഭത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് നേരിട്ടും അല്ല അതിൻ്റെ എന്താ ക്രമം അറിയില്ല. ആരൊക്കെയാണ് നേരത്തെ പറഞ്ഞവർക്കാണോ ആർക്കാണ് അതിന് അവസരം ലഭിക്കുന്നവർക്ക് കമ്മീഷൻ്റെ മുമ്പാകെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഒന്നും മറച്ചു വെക്കാനൊന്നുമില്ല. മുൻവിധിയുടെ കാര്യത്തിലില്ല. മുൻവിധിയില്ല. അത് തുറന്ന മനസ്സോടുകൂടി പിണറായി ഗവൺമെൻറ് ഈ കാര്യങ്ങൾ കാണുകയാണ്.
പപ്സ് കഴിക്കാൻ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് തൊടുപുഴയിൽ മകനെ അമ്മ പൊള്ളലേൽപ്പിച്ചു. 9 വയസ്സുകാരൻ മുഖത്തും വയറിലും കൈയിലും പൊള്ളലേറ്റ നിലയിൽ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിഷയത്തിനാസ്പദമായ സംഭവം ഉണ്ടായത്. തൊടുപുഴ കുമാരമംഗലം പെരുമ്പള്ളിച്ചിറയ്ക്ക് സമീപത്ത് താമസിക്കുന്ന 3ാം ക്ലാസ്സുകാരനെ 10 രൂപ മോഷ്ടിച്ചുവെന്നാരോപിച്ച് മാതാവ് ശരീരത്ത് പൊള്ളലേൽപ്പിച്ചത്. പിതാവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പീഡനം. കുട്ടിയുടെ നിലവിളി കേട്ട അയൽവാസികൾ ആദ്യഘട്ടത്തിൽ പീഡന വിവരം അറിഞ്ഞില്ല. ഇന്ന് രാവിലെ കുട്ടി അയൽവീട്ടിൽ എത്തിയപ്പോഴാണ് പൊള്ളലേൽപ്പിച്ച കാര്യം തിരിച്ചറിഞ്ഞത്. വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചു. പോലീസ് എത്തിയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അമ്മയാണ് തന്നെ പൊള്ളിച്ചതെന്ന് കുട്ടി പറഞ്ഞു. ആരായിരുന്നു? എന്തിനു വേണ്ടിട്ട് എന്ത് പറഞ്ഞാ പൊള്ളിച്ചു മോനെ? പൈസ എടുത്തിരുന്നോ മോൻ? എപ്പോഴായിരുന്നു സംഭവം? മുൻപും സമാനമായ സംഭവം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ കുട്ടിയെ മുൻപും മർദ്ദിച്ചിട്ടുണ്ടെന്ന് അയൽവാസി പറഞ്ഞു. ഇതിനെ തല്ലാറുണ്ട്. ഇതുപോലെ സംഭവം ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് തീ വെച്ച് പൊള്ളിക്കുന്നത്. ഇന്ന് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. ശരിക്കും തല്ലാറുണ്ട്. ചിലപ്പോൾ കരച്ചിൽ പുറത്തേക്ക് കാര്യം വായിൽ തുണി വെച്ച് കുത്തി കയറ്റിട്ട് ചെയ്യാറുണ്ട്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾക്കെതിരെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ച് മേഘാലയം BJP നേതാവ് പാർട്ടിയിൽ നിന്നും രാജിവച്ചു. മേഘാലയ ഗരോഹിൽസ് മുൻ ജില്ലാ അധ്യക്ഷനായിരുന്ന ബെർണാഡ് എൻ മറാക്കാണ് പാർട്ടിയിൽ നിന്നും രാജിവച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് ബീഫ് ലഭ്യമാക്കുമെന്ന ബെർണാഡിന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായ മേഘാലയയിൽ കശാപ്പ് നിയന്ത്രണം അംഗീകരിക്കാനാകില്ലെന്ന് രാജിവച്ച ശേഷം ബെർണാഡ് പറഞ്ഞു. കണ്ണൂരിൽ പരസ്യ കശാപ്പ് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. റജിൽ മാക്കുറ്റി ഉൾപ്പെടെ 8 യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അറസ്റ്റിലായത്. താൻ എന്ത് കഴിക്കണമെന്ന് കുമ്മനം പറയുന്ന സ്ഥിതി കഷ്ടമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കുമ്മനത്തിന് എന്തും പറയാമെന്ന അവസ്ഥയാണെന്നും കടകംപള്ളി പറഞ്ഞു. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഴിമതികൾ വളരെ വലുത് തന്നെയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. ഏതായാലും ഒരു ശുദ്ധീകരണം ദേവസ്വം ബോർഡിൽ അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവത്തോടു കൂടി ആലോചിക്കുന്നുണ്ട്. കുമ്മനത്തിന് എന്തും പറയാം. ഞാനെന്ത് കഴിക്കണമെന്ന് കുമ്മനം നിർദ്ദേശിക്കുന്നൊരവസ്ഥ വരുന്നത് കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ബീഫ് വിരോധികൾക്ക് കമൽഹാസന്റെ പരിഹാസം. രാജ്യത്ത് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ ജനം വലയുമ്പോൾ മെനു പ്രകാരം ഭക്ഷണം കഴിക്കാൻ പറയുന്നത് വിഡ്ഢിതമെന്നും ആദ്യം പട്ടിണി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും കമൽഹാസൻ പറഞ്ഞു. உங்களுக்கு மாட்டிறைச்சி பிடிக்கலன்னா சாப்பிடாதீங்க. அது எக்காரணத்திற்காக நீங்கள் சாப்பிடக்கூடாது என்பதற்கு மருத்துவ ஆதாரங்கள் இருக்கிறது. அதனால் சாப்பிடாதீர்கள். நான் சாப்பிட்டு இருந்தேன். இப்ப என்னை விட பெரிய மிருகங்களை நான் சாப்பிடுவதில்லை என்று முடிவு வைத்திருக்கிறேன். ஏன்னா தனியா காட்டுல நான் மட்டும் கல்ல வச்சுக்கிட்டு இருந்தேன்னா அதை செஞ்சிருப்பேன். நான் யோசிச்சு பார்த்தேன், முடியாது. வலுவில்லாத போது எதற்கு இப்ப வசதி வந்து விட்ட ஒரே காரணத்தினால் நீ பெரிய மிருகங்களை சாப்பிடுற, முடிந்தால் சின்ன மிருகங்களை சாப்பிடு. அதுவும் கிடைக்கலன்னா என்ன கிடைக்குதோ அதை சாப்பிட்டு போ. அது கூட இல்லாம எத்தனையோ பேர் இந்தியாவில் இருக்காங்க. அதை கவனி. என்ன சாப்பிடலான்னு மெனு போட்டு கொடுக்காத, சாப்பாடு போடு. இன்றைய உலக விஞ்ஞானிகள் பூச்சிகளை சாப்பிடுவது நன்று, மாடு கன்றுகளை சாப்பிடுவதை விட அது பெட்டர்னு சொல்றாங்க. இப்ப புரியாது, எல்லாரும் சிரிப்பீங்க. இன்னும் 30 வருஷம் கழிச்சு அது ஒரு பெரிய இண்டஸ்ட்ரியா மாறப்போகுது. தெரிந்தவர்களுக்கு அது தெரியும். என்ன பூச்சி காட்டுறேன் இப்ப, அப்போ அது பெருவிருந்தா போகிறது வருங்காலங்களில். அப்பொழுது யாராவது ஒரு பூச்சி சாமியார் வந்து அதெல்லாம் சாப்பிடக்கூடாதுன்னு சொல்லுவாங்க. അത് നടന്നിട്ടേ இருக்கும். വർണ്ണാഭമായ ചടങ്ങുകളോടെ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകൾ കുരുന്നുകളെ വരവേറ്റു. കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 1 ലക്ഷം കുട്ടികളാണ് ഇത്തവണ സർക്കാർ സ്കൂളുകളിൽ അധികം എത്തിയത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലാണ് കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായത്.
വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെയാണ് സംസ്ഥാനത്തെങ്ങും വിവിധ സ്കൂളുകളിൽ കുട്ടികളെ വരവേറ്റത്. 3.5 ലക്ഷത്തോളം കുരുന്നുകൾ ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് പിച്ചവെച്ചു. സംസ്ഥാനത്താകെ 43 ലക്ഷത്തോളം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഊരൂട്ടമ്പലം UP സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനത്തോടെ പ്രവേശനോത്സവത്തിന് തുടക്കമായി. അക്ഷരമുറ്റത്തായിരമായിരം അരളിപ്പൂവുകൾ ചിരിതൂകി. പാവപ്പെട്ട കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുമെന്നും ആഗോള നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഈ അതിസമ്പന്നരുടെ കുട്ടികളെ പോലെ തന്നെ മികവ് നേടാനുള്ള സാഹചര്യവും സന്ദർഭവും ഒരുക്കുക എന്നതാണ് പ്രധാനം. സ്കൂൾ തുറക്കും മുൻപ് തന്നെ പാഠപുസ്തകം എത്തിച്ചും ക്ലാസ് മുറികളെ ഹൈടെക് ആക്കിയും വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു സർക്കാർ ചെയ്തത്. 1 മുതൽ 10 വരെ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കി. യൂണിഫോം സൗജന്യം, IT സഹായത്തോടെ അധ്യാപകർക്ക് പരിശീലനം, എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ്, 8 മുതൽ +2 വരെ 45,000 ഹൈടെക് ക്ലാസ് റൂമുകൾ, അധ്യാപകരും വിദ്യാർത്ഥികൾക്കും പഠന സാമഗ്രികൾ ലഭ്യമാക്കുന്ന സമഗ്ര പോർട്ടൽ, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ എന്ന സുപ്രധാനമായ തീരുമാനം ഒക്കെ നടപ്പാക്കി. ഒപ്പം പരിസ്ഥിതി സൗഹൃദമാക്കാൻ സ്കൂളുകളിൽ ഹരിത നയവും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഇതിനെ വിശേഷിപ്പിച്ചത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു 2ാം ഊഴമാണ് എന്നാണ്. പൊതുവിദ്യാഭ്യാസത്തിന് ഒരു 2ാം ഊഴം തുടങ്ങുകയാണ്. 2ാം ഊഴത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത് കേരളത്തിൽ എല്ലാം നടക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്.